43.72 കോടി വന്നു എന്നൊക്കെ പറയാം. എന്ത് ചെയ്യാൻ പറ്റും? മലയാള ഇപ്പോൾ 3-4 തലമുറകളായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട് മലയാള സിനിമയിൽ. ഇപ്പോൾ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് മലയാള സിനിമയിലെ ഒരു ജേർണി തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ എത്ര ദിവസം തിയേറ്ററിൽ ഓടി എന്ന് കരുതിയിട്ടാണ് അപ്പൊ നമ്മൾ അത് വിജയിച്ചോ തോറ്റോ എന്നൊക്കെ അറിയുന്നത്. ഇപ്പം എത്ര കോടി ക്ലബിൽ കയറി എന്നാൽ ഒരു വിജയത്തിന്റെ ഒരു ഗ്രാഫ് അങ്ങനെ മാറി. ഇപ്പം പ്രകമ്പന ഇപ്പം 3 ആഴ്ചകളായി കണ്ടിന്യൂസ് ഹൗസ്ഫുള്ളായിട്ട്. അതെ, എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ചില പടം ഇറങ്ങിയിട്ട് പിറ്റേ 24 മണിക്കൂറിന് മുമ്പ് 28 കോടി വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ വരുമെന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു പിടിയില്ല, സത്യം പറയാണ്. കാരണം അതൊക്കെ അങ്ങ് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അയ്യോ അല്ല എമ്പുരാനെ കാട്ടി മറ്റേ പടം അങ്ങനെ കൂടി ഇതിൻ്റെയൊക്കെ കൃത്യ കണക്കുകൾ കിട്ടും. ഇത് സത്യസന്ധമായിട്ടുള്ള തുകയൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ വല്ല പാടുമുണ്ടോ? ഇത് ഇന്ന് 3 ഷോ കഴിയുമ്പം ഇതാണ് ഈ കൊല്ലത്തെ ഹിറ്റ്, 43.72 കോടി വന്നു എന്നൊക്കെ പറയാം. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളപ്പോൾ സന്തോഷമാണോ? അയ്യോ ഭാഗ്യം, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുന്നതാണ് നമുക്ക് മാന്യത. സത്യം പറയാം. അതിനകത്ത് നിങ്ങൾ തർക്കിച്ചു കഴിഞ്ഞാൽ ഇവിടെ അന്തോ ഇല്ലാത്ത പോലെ പോകും. അതൊക്കെ വെറുതെയാണ്. ഒരു പടം ഇത്ര ദിവസം ഓടിയാൽ ഇത്ര സെൻറ്റ് തിയേറ്ററുകളിൽ ഓടിയാൽ കിട്ടുന്ന പൈസ, അതിപ്പോൾ എന്തെല്ലാം ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഉണ്ട് അല്ലേ, തിയേറ്റർ ഷെയർ ഉണ്ട്. അത് ഓരോ ഞങ്ങൾ 2 പടം പണ്ടിട്ട് സുഖമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത, അത് പറഞ്ഞാൽ നല്ല രസം, നിങ്ങൾക്ക് പലർക്കും അറിയില്ല. ഇരകളുടെ പടം റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇരകൾ പടം എടുത്തപ്പോൾ സുഖോട്ടൻ്റെ നാട്ടിലെ എടപ്പാളിൽ അത് അവിടെ ഉള്ളവർക്ക് ഇന്നും അറിയാം. ഒരു തിയേറ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, പ്രൊഡ്യൂസർ ഷെയർ, പിന്നെ സർക്കാരിന് പോകുമല്ലോ ഒരു കോപ്പി, അതവിടെ പഞ്ചായത്ത് വെച്ച് തന്നു. 3 തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. സുഖമായിട്ട് ഇത് കൊണ്ടുപോയി, പുള്ളി അറിയാമല്ലോ, കേൾവി കാണുമല്ലോ, ഇച്ചിരി മക്കി നിയമം പഠിച്ചിട്ടുണ്ട്, വിടുവോ? അതുകൊണ്ട് പോയി അവസാനം സുഖമായിട്ട് പറഞ്ഞിടത്ത് വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. ഇപ്പോൾ ഈ 1000 കോടി കിട്ടിയാൽ നല്ല കാര്യം, ഭഗവാനെ നന്നായിരിക്കട്ടെ. പക്ഷേ ഇത് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ 48 കോടി കിട്ടിയതൊക്കെ പറയാൻ അതൊക്കെ ചുമ്മാതാ. അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പം ഈ ലോകം മുഴുവൻ ഈ പടം വരുമ്പോൾ 4 ഷോ വെച്ച് കളിക്കണം, എല്ലാം മാറ്റി വെച്ച്, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ കുറേ കാലം ഓടണം. ചുമ്മാ ഓടിയാൽ പോരാ, നല്ല ഹൗസ്ഫുള്ളായിട്ട് ഓടണം, ആൾക്കാർ കയറണം. ഇപ്പം പിന്നെ വിദേശത്ത് കൊണ്ട് റിലീസ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് തിയേറ്റേഴ്സ് ഇപ്പോൾ 600-700 സെൻറ്ററുകളെല്ലായിടത്തും കൂടെയൊക്കെ വരുമ്പോൾ അതൊരു നന്നായിട്ട് പോവുകയാണെങ്കിൽ ശരിയായിരിക്കും. പക്ഷേ എന്നാലും ഈ കോടികളുടെ കണക്കിൽ കുറച്ചൊരു എക്സാജറേഷൻ ഉണ്ട്, അത് യാതൊരു സംശയമില്ല. കാർത്തിക് സാർ, ഇപ്പം നമ്മളിപ്പോൾ സബ്ജക്റ്റാണ് പ്രധാനം, സ്റ്റാർസ് അല്ല സബ്ജക്റ്റാണ് പ്രധാനം. ഇപ്പം പണ്ടായിരുന്നെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ